പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ സംസ്ഥാനത്ത് പുതിയ വൈദ്യുതി പദ്ധതികൾ നടപ്പിലാക്കുന്നത് പരിശോധിക്കുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിൽ സംസ്ഥാനത്ത് പവർ കട്ടില്ല, പവർ ഫെയിലുവർ ആണുള്ളതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇല്ല, പവർ കട്ടില്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിൻ്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടി ആ ഒരു പ്രയാസം ഉണ്ടാകും. അതിനുള്ള ആളുകൾ സഹകരിക്കും. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പവർ കട്ടല്ല, പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ് ജയകുമാർ, പവർ കട്ടായാലും പവർ ഫെയിലുവർ ആയാലും നാട്ടുകാർ ഇരുട്ടത്ത് തന്നെയാണ്. എന്തൊക്കെയാണ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞത്? വൈദ്യുതി മന്ത്രിയായി ചുമതലയേറ്റെടുത്ത ശേഷം ആദ്യമായിട്ടാണ് കണ്ണൂരിലെ ഏക മന്ത്രി സണ്ണി ജോസഫ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ എത്തിയത്. അദ്ദേഹത്തിന് DCCയിൽ വലിയ സ്വീകരണം നൽകിയിരുന്നു. അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് വൈദ്യുതി മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചും അല്ലെങ്കിൽ ആ വകുപ്പിനെ കുറിച്ചുമൊക്കെ കൂടുതൽ കാര്യം അദ്ദേഹം വിശദീകരിച്ചത്. നിലവിൽ ഈ സംസ്ഥാനത്തുടനീളമുള്ള ഈ പവർ കട്ട് അത് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുമാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. പ്രത്യേകിച്ച് മലബാർ ജില്ലയിലാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. രാത്രിയും പകലും എന്ന് നോക്കാതെ തന്നെ കറണ്ട് ഇങ്ങനെ ഇടവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ വലിയ പരാതികൾ ഉയർന്നൊരു ഘട്ടത്തിലാണ് പവർ കട്ട് ഇല്ല, പ്രഖ്യാപിത പവർ കട്ട് ഇല്ല, പകരം പവർ ഫെയിലുവർ ആണ്, ഒരു തടസ്സം നേരിടുന്നുണ്ട് എന്നുള്ളത് മന്ത്രി തന്നെ പറയുന്നത്. നേരത്തെയും ഈ സർക്കാർ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ഒരു വാർത്താക്കുറിപ്പ് KSEB ഇറക്കിയതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ തടസ്സങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ KSEB നടത്തി വരുന്നതായിട്ടും വൈദ്യുതി മന്ത്രി പറയുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ്. നിലവിൽ കേരളം ഈ വൈദ്യുതിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത അല്ല. നിലവിൽ ഇനി പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങിയാൽ മാത്രമേ കേരളത്തിന് ഈ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനാവുകയുള്ളൂ. പുതിയ പദ്ധതികൾ നിലവിൽ ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ കാരണം, പരിസ്ഥിതി അനുമതി കിട്ടാത്തത് കാരണം നിലവിൽ ഒരുപാട് പദ്ധതികൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. കണ്ണൂർ ജില്ലയിലടക്കം ആടൂര് പോലുള്ള പദ്ധതികൾ അങ്ങനെ തടസ്സപ്പെട്ടിട്ടുണ്ട്. ആ പദ്ധതികളൊക്കെ തന്നെ പരിസ്ഥിതിക്ക് വലിയ ദോഷം വരാത്ത രീതിയിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കും എന്നുള്ളതാണ് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.